أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 932 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് കഹ്ഫിലെ 23-24 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 23-24 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഗുഹക്കാരുടെ ശ്രദ്ധേയമായ ചരിത്ര സംഭവമാണ് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. അതിനിടക്ക് രണ്ട് വാചകങ്ങൾ, രണ്ട് ആയത്തുകൾ ആ വിവരണ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ളതല്ലാത്ത, എന്നാൽ ആശയപരമായി ആ സന്ദർഭവുമായി ഒരു വലിയ പ്രാധാന്യവും ബന്ധവും ഒക്കെയുള്ള മറ്റൊരു കാര്യം കൺവേ ചെയ്യപ്പെടുകയാണ് ഈ രണ്ട് ആയത്തുകളിലായിട്ട്. കഥാവിവരണത്തിന്റെ ആ സംഭവങ്ങളുടെ വിവരണങ്ങളുടെ തുടർച്ചയല്ല, അതിനിടക്കുള്ള ഒരു ഉപവാചകമായിട്ടോ ഒരു പാരന്തറ്റിക്കൽ ക്ലോസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അതുപോലെയൊക്കെയുള്ള ഒരു റിമാർക്കാണ്. ഗുഹാവാസികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ആളുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉടലെടുത്ത കാര്യവും അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നതും ഒക്കെയാണ് ഇന്നലെ നമ്മൾ പഠിച്ച ഭാഗത്ത് വിവരിക്കപ്പെടുകയുണ്ടായത്. അവര് 3 പേരും 4-മൻ അവരുടെ നായയുമായിരുന്നു. 5 പേരും 6-മൻ അവരുടെ നായയുമായിരുന്നു എന്ന 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അത് അദൃശ്യ ജ്ഞാനമില്ലാത്തവരുടെ അടിസ്ഥാനരഹിതമായ ഊഹങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വെറും പറച്ചിലാണ് എന്നതുകൂടി അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. റജ്മം ബിൽ ഗൈബ് എന്നാണ് അവിടെ പറയുകയുണ്ടായത്. അടിസ്ഥാനരഹിതമായ, യാതൊരു അടിത്തറയും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഏറ് വെച്ചു കൊടുക്കലാണ്. ആ പറയുന്നവർക്ക് അതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല, അവർക്ക് അതിന് വേണ്ട പിൻബലോ തെളിവോ ഒന്നുമില്ല. എന്നാ വേറെ ചിലര് പറഞ്ഞത് 7 പേരും 8-മൻ അവരുടെ നായയുമായിരുന്നു എന്നുള്ള നിലക്കാണ്. ഈ വിവരണത്തിനെ അള്ളാഹു അതിന്റെ അടിസ്ഥാന രാഹിത്യം ചൂണ്ടിക്കാണിക്കുന്ന യാതൊന്നും ഇവിടെ പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. അതിന്റെ കൃത്യമായ എണ്ണം അറിയുന്നത് എന്റെ നാഥന് മാത്രമാണ്. വളരെ കുറഞ്ഞ ആളുകൾക്ക് അവരുടെ എണ്ണം അറിയുകയുള്ളൂ. അക്കാര്യത്തിൽ നീ ആരുമായിട്ടും തർക്കത്തിൽ ഏർപ്പെടരുത്. പ്രത്യക്ഷമായ ചില സംസാരങ്ങൾ വേണ്ടിവരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ. മാത്രവുമല്ല അതിനെക്കുറിച്ച് കൂടുതൽ ആരോടും ചോദിച്ചറിയാൻ മെനക്കെടുകയും വേണ്ട.
കാരണം അത് ഫലശൂന്യമായ ഒരു പ്രവർത്തനമാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു കാര്യമല്ല, ഫലമുണ്ടാവുന്ന ഒരു എഫേർട്ട് അല്ല എന്നാണ് അവിടെ പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് വായിച്ച 2 ആയത്തുകൾ വരുന്നത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു നിർദ്ദേശമാണ്. ഈ ഒരു കാരണവശാലും നാളെ ഞാനത് തീർച്ചയായിട്ടും ചെയ്യും എന്ന് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പോകരുത്. നിശ്ചയമായും തീർച്ചയായും ഞാനൊരു കാര്യം, ഒരു പരാമർശിക്കപ്പെട്ട കാര്യം, ഞാനത് തീർച്ചയായിട്ടും നാളെ ചെയ്യും എന്ന് ഇന്നി ഫാഇലുൻ ദാലിക ഗദ, ഞാനത് തീർച്ചയായിട്ടും നാളെ ചെയ്യും എന്ന വിധത്തിൽ നീ ഒരിക്കലും പറഞ്ഞു പോകരുത്. നാളത്തെ കാര്യം അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയുന്നവനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരാരും അങ്ങനെയല്ല, ഭാവിയെ കുറിച്ച് അറിവുള്ളവരല്ല. അപ്പോ ഗൈബിന്റെ ഭാഗമായ അത്തരം വിഷയങ്ങളിൽ കൃത്യതയോടുകൂടി അങ്ങനെ ഞാൻ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയരുത്. വരാനിരിക്കുന്ന കാര്യങ്ങള് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതാണ്. നമ്മൾ കാണാത്ത പല വിഷയങ്ങളും കടന്നു വരാം. നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പോലും പല തടസ്സങ്ങളും നമ്മളെ ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയോ തടയുകയോ ഒക്കെ ചെയ്തെന്ന് വരും. അതുകൊണ്ട് സത്യവിശ്വാസികളുടെ ഒരു സമീപനം ഗൈബ് സംബന്ധമായത്, വരാനിരിക്കുന്നതിനെ കുറിച്ച് അവർ സ്വീകരിക്കേണ്ട ഒരു മര്യാദ, അത് ഞാൻ തീർച്ചയായിട്ടും നാളെ അത് ചെയ്യും എന്ന് പറയാതിരിക്കുക എന്നതാണ്. അങ്ങനെ ഒരു കാരണവശാലും പറയാൻ പാടില്ല. അങ്ങനെ തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്കും പറയാൻ കഴിയുന്ന വിധത്തില് ഭാവിയെക്കുറിച്ചുള്ള ജ്ഞാനം ആർക്കും അള്ളാഹു നൽകിയിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം. സാധാരണ സംസാരത്തില് മനുഷ്യര് ഇത് ആവർത്തിച്ച് പറയുന്ന, ആണയിട്ട് പറയുന്നൊക്കെ ഒരു കാര്യമാണ്. നാളെ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും, അത് ചെയ്തിരിക്കും, ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ നിഗളിപ്പൊക്കെ കാണിക്കുന്ന സംസാരം സാധാരണ മനുഷ്യർ നടത്താറുണ്ട്. അത് നമ്മളുടെ നിശ്ചയദാർഢ്യത്തെ കാണിക്കാനും നമ്മള് അക്കാര്യത്തില് ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ല എന്നതൊക്കെ വെളിപ്പെടുത്താനും ഒക്കെയാണ്. നമ്മളുടെ സംസാരം നിങ്ങൾക്ക് 100% ആശ്രയിക്കാം എന്നൊക്കെ കേൾവിക്കാരെ ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടിയാണ് അങ്ങനെ ആളുകൾ പറയാറുള്ളത്. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനപരമായ ഒരു പിഴവുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല ഭാവി കാര്യങ്ങളുള്ളത്. വരാനിരിക്കുന്ന സമയത്ത്, നാളില് അല്ലെങ്കിൽ സന്ദർഭത്തില് ഞാനൊരു കാര്യം ചെയ്യും എന്ന് തീർച്ചപ്പെടുത്തി പറയുക ഒരാൾക്കും സാധ്യമല്ല. കാരണം നമുക്ക് മനസ്സിൽ പോലും കാണാൻ കഴിയാത്ത പല ഫാക്ടേഴ്സും പല ഘടകങ്ങളും അക്കാര്യത്തില് ഇന്റർപ്ലേ ചെയ്തെന്ന് വരും. അങ്ങനെ ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളൊരു പക്ഷെ അത് ചെയ്യാൻ കഴിയാത്തവരായി മാറിയെന്ന് വരും. വേറൊരു നിലക്ക് പറഞ്ഞാൽ അത് ചെയ്യേണ്ടതില്ല എന്ന തോന്നലുള്ളവരായി മാറാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിനേക്കാൾ ബെറ്റർ ആയ ഒരു ഓപ്ഷൻ നമ്മളുടെ മുന്നിൽ വന്നു എന്ന് വരാം. അങ്ങനെയാവുമ്പോ ഒരിക്കലും തന്നെ ആ മോശമായ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോവില്ല. അപ്പോ മെച്ചപ്പെട്ട ഒരു സാധ്യത രൂപപ്പെട്ടു വരുന്നത് കൊണ്ട് അത് വേണ്ടാന്ന് വെക്കാം. എന്തെങ്കിലും തടസ്സമുണ്ടാവാം. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ റെക്കൺ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ മാറ്റം ഉണ്ടാവാം. പല വേരിയബിൾസിനെയും ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അത് ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ടെങ്കിൽ പോലും അത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവായിട്ട് അള്ളാഹു ഒരു പാഠം സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിക്കൊണ്ടാണ് അത് പറയുന്നത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ. ഈ സ്റ്റേറ്റ്മെന്റില്, ഈ പറച്ചില് ഇന്നി ഫാഇലുൻ ദാലിക ഗദ എന്ന് പറയുന്നതിൽ നമ്മൾ അള്ളാഹുവിനെ റെക്കൺ ചെയ്യുന്നില്ല.
ഗൈബിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിനെ റെക്കൺ ചെയ്യാത്ത വിധത്തില് ഗൈബിനെ കുറിച്ചോ മുസ്തഖബിലിനെ കുറിച്ചോ ഭാവിയെ കുറിച്ചോ അദൃശ്യമായ ലോകത്തെ കുറിച്ചോ നമുക്ക് പറഞ്ഞുകൂടാ എന്നതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. അത് അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമാണ് എന്നത് ബോധ്യപ്പെട്ട ഉൾക്കൊള്ളുന്ന അത് ഉറക്കെ പറയുന്നവരാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ട് നാളെ ഞാൻ ഇന്ന കാര്യം തീർച്ചയായിട്ടും ചെയ്യും എന്ന് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം ഇല്ലാ യശ അള്ളാഹ്, താങ്കൾക്ക് ചെയ്യാൻ സാധ്യമല്ല അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചാലല്ലാതെ. ഇല്ലാ യശ അള്ളാഹ്, അള്ളാഹുവിന് അങ്ങനെ ഒരു മശീഅത്ത് ഉണ്ടെങ്കിൽ അല്ലാതെ താങ്കൾ ഈ പറയുന്ന കാര്യം ചെയ്യാൻ താങ്കൾക്ക് സാധ്യമല്ല. അതാണ് വസ്തുത. ഒരു സംഗതി ഭൂമുഖത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നടക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ച അള്ളാഹുവിന്റെ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ അത് ചെയ്യാൻ താങ്കൾക്ക് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. ഇല്ല അയ്യശ അല്ല. അപ്പൊ റെക്കൺ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മശീഅത്താണ്. അള്ളാഹുവിന് അങ്ങനെ ഒരു മശീഅത്ത് ഉണ്ടെങ്കിൽ ഒഴികെ അത് നടക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന് മശീഅത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ ഒരു തിരിച്ചറിവില്ലാതെയാണ് ഇനി ഫായിലുൻ ദാലിക ഗദ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയുന്നത്. കാരണം അത് നടക്കുകയില്ല. താങ്കൾ ഉദ്ദേശിച്ചാലും സാഹചര്യങ്ങൾ പല നിലക്കും അനുകൂലമായാലും ഒരുപക്ഷെ താങ്കൾക്ക് അത് ചെയ്യണമെന്ന് പോലും ഇല്ലാതെയായി മാറിയെന്ന് വരും അടുത്ത ദിവസമാകുമ്പോഴേക്കും. അപ്പൊ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാം. അത് അള്ളാഹുവിന്റെ പദ്ധതി അനുസരിച്ചാണ്, അള്ളാഹുവിന്റെ മശീഅത്ത് അനുസരിച്ചാണ് അത് നടക്കുക. അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചാൽ പോലും താങ്കൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇല്ല അയ്യശ അള്ളാഹ്, അള്ളാഹുവിന്റെ മശീഅത്ത് ഉണ്ടെങ്കിലല്ലാതെ. താങ്കൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യണം, സംഭവിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കും. അത് നടന്നെന്നും വരും. അങ്ങനെ ഇല്ലെങ്കിൽ, അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായിട്ട് അത് പ്രയോഗത്തിൽ വരില്ല എന്നാണ് അള്ളാഹു കൂടെ വെളിപ്പെടുത്തുന്നത്. വദ്കുർ റബ്ബക ഇദാ നസീത്, എന്നിട്ട് പറയുന്നത് വദ്കുർ റബ്ബക ഇദാ നസീത്, നീ കാര്യത്തിൽ വല്ല വിസ്മൃതിയിലും പെട്ടുപോയാൽ ഉടനെ അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തിരിച്ചു വരാം. അറിയാതെ, ഓർമ്മയില്ലാതെ, ബോധമില്ലാതെ അങ്ങനെ പറഞ്ഞു പോയി, ഇനി ഫായിലും ദാലിക ഹുദ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യം അദൃശ്യമായതിനെ കുറിച്ചും ഭാവിയെ കുറിച്ചും ഒക്കെ താങ്കൾ പറഞ്ഞുപോയി എങ്കിൽ എന്ത് വേണം? വദ്കുർ റബ്ബക, നിന്റെ റബ്ബിനെ അനുസ്മരിക്കുന്നവനായി, സ്മരിക്കുന്നവനായിട്ട് നീ ഉടനെ മാറണം. എങ്ങനെയാണ് റബ്ബിനെ സ്മരിക്കുക എന്ന് പറയുന്നത്? ഇൻഷാ അല്ലാ എന്ന് ആഡ് ചെയ്തുകൊണ്ട് പറയണം. അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കലായി. ഏത് കാര്യത്തെക്കുറിച്ചോ, ഞാൻ നാളെ നമ്മൾ തീരുമാനിച്ച പോലെ അവിടെ പോകാം, ഞാൻ പോകും എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാ എന്ന് അതിനോട് ചേർത്ത് പറയണം. അള്ളാഹുവിന്റെ മശീഅത്തിനെ റെക്കൺ ചെയ്യാതെ കണ്ട്, അതിനെ പരിഗണനയിൽ എടുക്കാതെ കണ്ട് മറിഞ്ഞു കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ ഒന്നും ഞാനത് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകും എന്ന് പറയാൻ മുതിരരുത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അക്കാര്യത്തിൽ വല്ല വീഴ്ചയും സംഭവിച്ചു പോയി, വല്ല മറവിയും ഉണ്ടായി എങ്കിൽ എന്ത് വേണം? ഉടനെ അള്ളാഹുവിനെ ഓർക്കുക. വദ്കുർ റബ്ബക, അസ്തഗ്ഫിറുല്ലാ എന്നും പറയാവുന്നതാണ്. എന്നിട്ട് ഇൻഷാ അല്ലാ എന്ന് ആഡ് ചെയ്യണം. ഇൻഷാ അല്ലാ എന്ന് പറയാതെ, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ മശീഅത്ത് ഉണ്ടെങ്കിൽ എന്ന് ചേർത്ത് പറയാതെ ഒരു കാര്യവും വരാനിരിക്കുന്ന അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന സംഗതികളെ കുറിച്ച് പറഞ്ഞുകൂടാ എന്ന ഒരു പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് ഈ സംഭവ വിവരണങ്ങളിൽ കാണാൻ കഴിയും. അത് അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എണ്ണത്തെ കുറിച്ചൊക്കെയുള്ള ആളുകള് ഒരു അടിസ്ഥാനവും ഇല്ലാതെ കണ്ട് വാശി പിടിച്ച് പറയുന്ന, തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു കാര്യം ഇതുപോലെ ഗൈബിൽ പെട്ട ഒരു കാര്യമാണ്. അവര് 3 പേരായിരുന്നു, 4-മൻ അവരുടെ നായയാണ്, 5 പേരായിരുന്നു, 6-മൻ അവരുടെ നായയാണ് എന്നൊക്കെ പറയുന്നത്
ഗൈബിൽപ്പെട്ട കാര്യം ഒരു കാരണവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ റജ്മും ബിൽ ഗൈബ് നടത്തിക്കൊണ്ടാണ് പറയുന്നത്. അദൃശ്യ ലോകത്തേക്ക് ഒരു എറിഞ്ഞുകൊണ്ട് അങ്ങ് പറയുകയാണ്. വെറും ഊഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പറച്ചിലാണ്. അങ്ങനെയുള്ള പറച്ചില് അത് എണ്ണത്തെക്കുറിച്ചായാലും ഇനി വരാനിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ചായാലും അതുപോലെ മറിഞ്ഞു കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ നിഗമനമായാലും ഇതൊന്നും തന്നെ നമ്മൾ അങ്ങ് തറപ്പിച്ച് പറഞ്ഞുകൂടാ. അത് അള്ളാഹുവിന്റെ ഉമൂറുകളിൽ പെട്ടതാണ് എന്നത് മനസ്സിലാക്കണം. എങ്ങാനും ഇതില് വല്ല മറവിയോ വീഴ്ചയോ സംഭവിച്ചു പോയി എങ്കിൽ ഉടനെ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് എന്ന് ചേർത്ത് പറയുക. അത് പറയാതെ അങ്ങനെ ഒരു സമീപനം ഒരു കാര്യത്തിലും സ്വീകരിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിക ലോകത്ത് ഒരു കൾച്ചറാണ്. ആ കൾച്ചർ പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നൊക്കെ ഉണ്ടാകാം. ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യത്തിന് ഇൻഷാ അള്ളാഹ് ചേർത്ത് പറയുന്ന ഒരു ശൈലിയും രീതിയും ഒക്കെ മുസ്ലിം സമൂഹത്തിൽ അവരുടെ വിശ്വാസ ദൗർബല്യങ്ങളുടെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് കണ്ടെന്നു വരും. പക്ഷെ ഇൻഷാ അള്ളാഹ് എന്നത് നമ്മളുടെ ഒരു തീരുമാനത്തിന്റെ കൂടെ പറയേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്റെ ഭാഗത്ത് അതിനുള്ള സന്നദ്ധത എനിക്കുണ്ട്. അള്ളാഹുവിന്റെ സംവിധാനത്തില് അള്ളാഹുവിന്റെ മശീഅത്തില് ഇത് നടക്കാതിരിക്കുന്ന വിധത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ ഒഴികെ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും എന്നതാണ് അതിന്റെ സൂചന. അപ്പൊ ഇൻഷാ അള്ളാഹ് എന്നതൊരു അതിന്റെ അർത്ഥസൂചന ബോധ്യപ്പെടാൻ വളരെ പ്രയാസപ്പെടുകയൊന്നും വേണ്ടതില്ല. എന്റെ ഫാക്ടർ, എന്റെ ഭാഗത്ത് തടസ്സമില്ല എന്നാണ് എന്റെ മുഖ്യമായൊരു മെസ്സേജ്. അള്ളാന്റെ തീരുമാനം, അള്ളാന്റെ വിധി മറിച്ചുണ്ടെങ്കിൽ ഇപ്പോ ഞാൻ കരുതിയാലും ഞാൻ ആസൂത്രണം ചെയ്താലും നടന്നോളുന്നില്ലല്ലോ എന്ന ഒരു ഏറ്റുപറയലും ബോധ്യപ്പെടുത്തലും ഒക്കെയാണ് അതില് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് ഇനി ഫായിലും ദാലിക്ക കൊത എന്ന് താങ്കൾ ഒരു കാരണവശാലും പറഞ്ഞു പോകരുത് എന്നാണ് ഇവിടെ നിർദ്ദേശം. അത് താങ്കൾക്ക് സാധിക്കൂല. കാരണം ഇല്ലാ യശാ അള്ളാഹ് എന്നതാണ് അവസ്ഥ. അള്ളാഹു മശീഅത്ത് ചെയ്താലല്ലാതെ താങ്കൾക്ക് ചെയ്യാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, അത് ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ മശീഅത്ത് ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ വദ്കുർ റബ്ബക ഇദാ നസീത്, നീ മറന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ ഉടനെ സ്മരണയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ സംസാരത്തില് ഈ അനിവാര്യമായ കൂട്ടിച്ചേർക്കലും കൂടി കൊണ്ടുവരിക. വഖുൽ, എന്നിട്ട് ഇങ്ങനെയും പറയുക, അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖ്റബ മിൻ ഹാദാ റശദ, ഒരുപക്ഷെ അള്ളാഹു എനിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംഗതിയിലേക്ക് മാർഗദർശനം നൽകുമായിരിക്കും. അങ്ങനെയുണ്ട്. നമ്മളിപ്പോ നാളെ ഒരു സംഗതി ചെയ്യാമെന്ന് ആസൂത്രണം ചെയ്ത് ഒരുങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ നാളെ നേരം പുലർന്ന് പോകാനാവുമ്പോ അല്ലെങ്കിൽ ചെയ്യാനാവുമ്പോ അതെല്ലാം മെച്ചപ്പെട്ടത്, അതിനേക്കാൾ നല്ല ഒരു ആശയമുണ്ട് എന്നത് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് അവിടെ നിർത്തിവെക്കും. എന്നിട്ട് ആ മെച്ചപ്പെട്ടതെന്ന് തോന്നുന്ന സംഗതിയിലേക്ക് പോകും. അപ്പൊ ആരും തന്നെ അങ്ങനെ ദൃഢപ്പെടുത്തിക്കൊണ്ട് പറയേണ്ടതില്ല. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ പോലും നമ്മൾ അത് ചെയ്തോളണമെന്നില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംഗതി അള്ളാഹു നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ നമ്മൾ അതാണല്ലോ സ്വീകരിക്കുക. അപ്പോ വിനയത്തോടു കൂടി അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ഒരു മനസ്ഥിതി പ്രകടമാക്കിക്കൊണ്ട് ഇങ്ങനെ പറയണം, റസാ അൻ യഹ്ദിയനി റബ്ബി, എന്റെ റബ്ബ് ഒരു പക്ഷേ എന്നെ നയിച്ചേക്കാം, ലി അഖ്റബ മിൻ ഹാദാ റശദ, ഇതിനേക്കാൾ ചൊവ്വായ ഒരു സംഗതിയോട് അടുക്കുന്ന വിധത്തിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ളതിനേക്കാൾ ബെറ്ററായ, നല്ലതായ, അതിനേക്കാൾ സ്ട്രെയിറ്റ് ആയ ഒരു സംഗതിയിലേക്ക് അള്ളാഹു നമ്മെ നയിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെ ആരും തീർച്ചപ്പെടുത്തി പറയണ്ട നാളെ ഞാൻ അത് ചെയ്യുമെന്ന്. ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, ചെയ്യുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടായെന്ന് വരാം, നമ്മൾ ചെയ്യാൻ ഒരുക്കമില്ലാത്തവരായി മാറി എന്ന് വരാം. ഇങ്ങനെയൊക്കെ പല സംഗതികളും ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഈ മശീഅത്തിനെ റെക്കൺ ചെയ്തുകൊണ്ട് മാത്രമേ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും മനുഷ്യൻ സംസാരിച്ചുകൂടൂ എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന സുപ്രധാനമായ ഒരു പാഠം.
ഈ രണ്ടായത്തുകൾ തുടർന്ന് വീണ്ടും നമ്മൾ ഗുഹക്കാരുടെ കഥയിലേക്ക്, ആ സംഭവ വിവരണത്തിലേക്ക് തിരികെ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം ചർച്ചയിൽ കൊണ്ടുവരാം. അതിനിടക്ക് ഈ വിവരണ ശൃംഖലയുടെ മധ്യത്തിലായിട്ട് ഇങ്ങനെ അതുമായി നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിലും ആ കോണ്ടെക്സ്റ്റില് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പ്രസക്തമാണ് എന്ന വിധത്തിൽ വരുന്ന ഒരാശയം അടങ്ങിയ രണ്ടായത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുകയുണ്ടായത്. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ ഒന്ന് രണ്ട് പരാമർശങ്ങൾ, ചോദ്യങ്ങൾ, ഇന്നലെ എല്ലാം മിനിയാന്ന് വന്ന പീസ് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്ന ആ സംഗതികളോട്, നിരീക്ഷണങ്ങളോട് പ്രതികരിക്കാനാണ് ബാക്കി സമയം ഞാൻ വിനിയോഗിക്കുന്നത്. ഒന്ന്, വിഗ്രഹപൂജ ക്ഷേത്രത്തിൽ മാത്രമല്ല നടക്കുന്നത്. ഒരു പുരോഹിതനെയും ഇടനിലക്കാരനാക്കാതെ ഭക്തർ അവരുടെ വീടുകളിലും അത് നിർവഹിക്കുന്നു. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ ചരിത്ര പ്രധാനവും സാംസ്കാരിക പ്രാധാന്യവുമുള്ള സ്ഥലങ്ങൾ കൂടിയാണ് എന്നേ ഉള്ളൂ എന്നാണ്. അത് മിനിയാന്ന് നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് അദ്ദേഹത്തിന്റെ. പൂജ ക്ഷേത്രങ്ങളെ പോലെ തന്നെ വീടുകളിലും നടക്കുന്നുണ്ടാവും. പക്ഷെ അത് വളരെ വ്യവസ്ഥാപിതമായ ഒരു ചൂഷണ സംവിധാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമതായിട്ട് അത് വിഗ്രഹപൂജ എന്നത് അസത്യമാണ്. അത് പൂജിക്കുന്നവനും അറിയാം, വിഗ്രഹം ഉണ്ടാക്കിയവനും അറിയാം, ആ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നവർക്കും അറിയാം. വിഗ്രഹമല്ല ദൈവം. ആ വിഗ്രഹത്തിന് ദൈവത്തെ ഉൾക്കൊള്ളാൻ ശേഷിയില്ല എന്നത്. അത് ഒന്നുകിൽ മണ്ണ്, അല്ലെങ്കിൽ കല്ല്, അല്ലെങ്കിൽ ലോഹം ഒക്കെ ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് ദിവ്യ ചൈതന്യം ആവാഹിക്കുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരം പറയുകയാണ് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും ആ വിഡ്ഢിത്തം പൊതുവായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധരാവുക മാത്രമാണ് ചെയ്യുന്നത്. ഏത് കല്ലുകൊണ്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ, ലോഹം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം എടുത്തങ്ങ് എറിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ ഞളുങ്ങിപ്പോവും, കേടായി പോകും. ഒരു ദുരന്തവും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. വിഗ്രഹത്തിന് യാതൊരു ദിവ്യത്വവും ഇല്ല. അങ്ങനെയുള്ള സംഗതികളൊന്നും ചെയ്യാതിരിക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കെട്ടുറപ്പും സൗഹാർദ്ദവും ഒക്കെ അങ്ങനെ നിലനിൽക്കുന്നതിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ട് മാത്രമാണല്ലോ. അല്ലാതെ നമ്മളിപ്പോ അയോധ്യയില് ബാബരി മസ്ജിദ് തകർത്തുകൊണ്ടുണ്ടാക്കിയ ക്ഷേത്രത്തില് ബാംഗ്ലൂരിന്നോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിഗ്രഹം വെച്ച് അതിലേക്ക് ദിവ്യത്വം ആവാഹിച്ചു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ആവാഹിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആ വിഗ്രഹവും ആവാഹിക്കുന്നതിന്റെ മുമ്പുള്ള ആ വിഗ്രഹവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അത് നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു മൂല്യം നൽകൽ മാത്രമാണ് അത്. അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല. അതുകൊണ്ട് ഇത് ക്ഷേത്രങ്ങളിലുള്ളതായാലും വീടുകളില് അല്ലെങ്കിൽ തൊഴിലിടങ്ങളില് ഒക്കെ ആളുകൾ പൂജിക്കുന്ന വിഗ്രഹങ്ങളായാലും അത് കല്ലോ മണ്ണോ ലോഹമോ മാത്രമാണ്. അല്ലാതെ അതിന് യാതൊരു ദിവ്യത്വവുമില്ല. അടിസ്ഥാനപരമായ സത്യം ഇതാണ്. ഇത് സത്യമാണ്, വസ്തുതയാണ് എന്ന് അറിയെ തന്നെ ആളുകള് അതിനെ ദൈവമായിട്ടും ദിവ്യത്വം ഉള്ളതായിട്ടും ദിവ്യത്വത്തിന്റെ പ്രതീകമായിട്ടും ദൈവത്തെ അവിടെ ആവാഹിച്ചു എന്ന വിധത്തിലൊക്കെ അതിനെ സമീപിക്കുന്നു എന്നത് ഒരു വ്യവസ്ഥിതി, ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇടനിലക്കാരനില്ലാതെ ഭക്തർ അവരുടെ വീടുകളിൽ അത് നിർവഹിക്കുന്നു എന്ന് പറയുന്ന അങ്ങനെ ഉണ്ടാകും. അതിനെന്താണ് പ്രശ്നം? പക്ഷെ അത് ഫാൾസ് ആണ്, തെറ്റാണ്, അബദ്ധമാണ്, വിഡ്ഢിത്തമാണ് എന്നതാണ് വസ്തുത. അത് തനിച്ച് ചെയ്താലും ഒരാളും തന്നെ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ളതല്ലാത്ത ഒരു വിഗ്രഹത്തെയും പൂജിക്കുന്നില്ലല്ലോ. ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ ഒക്കെ പൂജിക്കുന്ന വിഗ്രഹങ്ങളുടെ ഓരോ കാർബൺ കോപ്പിയാണ് വീടുകളിൽ ആളുകൾ കൊണ്ടുപോയി പൂജിക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കി പൂജിക്കുകയല്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എല്ലാവർക്കും അത് ബോധ്യമുള്ള ഒരു കാര്യമാണ്. അത് മണ്ണോ കല്ലോ ലോഹമോ ഒക്കെ മാത്രമാണ്. അല്ലാതെ അതില് ദൈവമില്ല. നമ്മളുടെ അസ്തിത്വം നമുക്ക് നൽകിയ ആ പ്രപഞ്ച നാഥനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ദിവ്യത്വത്തിന്റെ ഒരു അംശവും അതിൽ അടങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. അത് ആർക്കും ബോധ്യപ്പെടും.
അത് ബോധ്യപ്പെടാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരുന്നത് ഇതാണ്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, പക്ഷെ എല്ലാവരും സമ്മതിച്ചുകൊണ്ട് വിഗ്രഹ പൂജകര് എല്ലാവരും യോജിച്ചുകൊണ്ട് ഒരു വിഗ്രഹം എടുത്ത് അങ്ങ് എറിഞ്ഞു നോക്കി, ഒന്നും സംഭവിക്കില്ല. അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ ലോഹത്തിൻ്റെതാണെങ്കിൽ അത് ഞെളുങ്ങിപ്പോകും എന്നതല്ലാത്ത യാതൊരു അനന്തരഫലവും അതുകൊണ്ട് ഉണ്ടാവില്ല. അതിന് ഒരു സഹായവും നൽകാൻ സാധ്യമല്ല, ഒരു ഉപദ്രവവും ചെയ്യാൻ സാധ്യമല്ല. ഇത് ഖുർആൻ കട്ടായം പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ഫാൾസ്ഹുഡിനെ പിന്തുണച്ചുകൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ട് നടക്കാൻ ആണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ വഴി തുറന്നു കിടക്കുന്നുണ്ട്. അതിനാരും ഇപ്പൊ ഇവിടെ തടസ്സം നിൽക്കുന്നില്ല. പടച്ച തമ്പുരാൻ പോലും അതിന് തടസ്സമല്ല. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു പോലും അതിന് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നില്ല. അതങ്ങനെ നടക്കും. അത് ഈ ഭൂമുഖത്ത് മനുഷ്യന്റെ വലിയ അബദ്ധങ്ങളുടെയും വിഡ്ഢിത്തങ്ങളുടെയും ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നതാണ് വസ്തുത. അപ്പോ ചരിത്രപ്രധാനമായ സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ, പല മണ്ടത്തരങ്ങളും ഉണ്ടാക്കി വെക്കുന്നതും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടതില് കടന്നു കയറി ആക്രമിച്ച് രണോത്സുകരായി ദ്രോഹം ചെയ്തും അക്രമങ്ങൾ ചെയ്തും ഒക്കെയാണ് പല ക്ഷേത്രങ്ങളും ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. ബുദ്ധവിഹാരങ്ങളും അതുപോലെ ജൈനമതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ കൈയടക്കിയതും അവിടെ തെറിപ്പാട്ടുകള് തുടങ്ങിയതും ഒക്കെ കേരളത്തിന്റെ ചരിത്രത്തിലും നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോ അയോധ്യയിൽ ഉണ്ടായിട്ടുള്ള സംഗതിയും, അതുപോലെ ഇപ്പോ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കയ്യൂക്കുള്ളവൻ അക്രമം ചെയ്ത് പിടിച്ചെടുത്തിട്ട് അതിന് ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യവും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ശുദ്ധ ബോഷ്കാണ് എന്നത് സുപ്രീം കോടതി വിധിയുടെ ഒരു പകർപ്പ് ഒന്നെടുത്ത് വായിച്ചാൽ ബോധ്യപ്പെടും. ഇനി മറ്റൊരു ചോദ്യം, ഈ ലോക ജീവിതം വെറും അപ്രധാനം എന്ന വാദം അള്ളാഹുവിന്റെ വിഫലതയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹു ഈ ഐഹിക ലോകത്തെ അങ്ങനെ മനുഷ്യനുള്ള ഒരു ബലാഹ് മാത്രമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. മനുഷ്യനുള്ള ഒരു പരീക്ഷണ കാലം മാത്രമായിട്ടാണ്. ചിലർക്ക് ദീർഘമായ പരീക്ഷണ കാലം ഉണ്ടാവും, ചിലർക്ക് വളരെ ഹ്രസ്വമായ പരീക്ഷണ കാലം ഉണ്ടാവും. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണുള്ളത്. ഇനി ദീർഘമായ കാലം ജീവിച്ച ഒരാള് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് നേടി എന്നത് പരിശോധിച്ചാൽ ഈ ഹ്രസ്വമായ കാലം ജീവിച്ച ആളുടേതിൽ നിന്ന് ഏറെയായിട്ട് അയാൾ എന്ത് നേടി, അതിന്റെ നെറ്റ് റിസൾട്ട് എന്ത് എന്നതൊക്കെ പരിശോധിച്ചാൽ പറയത്തക്ക വ്യത്യാസമൊന്നും ആർക്കും കാണാൻ കഴിയില്ല. കാരണം പിന്നിട്ട നാളുകളുടെ കാര്യത്തിലല്ല, മുന്നിൽ അവശേഷിക്കുന്ന ഭാവിയുടെ കാര്യത്തിലാണ് മനുഷ്യന് കൺസേൺ ഉള്ളത്. അതുകൊണ്ട് അത് ഓരോരുത്തരുടെയും ആയുസ് എത്ര വേണം എന്നത് തീരുമാനിക്കുന്നത് ആ ആളുകളല്ല, അത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ വിഫലതയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുകയാണ് എന്നത്, അങ്ങനെ ഒരു സംസാരം താങ്കൾക്ക് നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. അത് പക്ഷെ ജീവിതം ഇവിടെ നമ്മള് അനീതിയും അക്രമവും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നമുക്കെല്ലാം മനസ്സിലാവും ഈ അധ്യായം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ അധ്യായം മരണത്തോടെ അവസാനിക്കുന്നില്ല, അത് മരണത്തോടെ തീരുന്നില്ല എന്നത്. ഇങ്ങനെ തീരുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതാന്ത്യത്തിലേക്ക് എത്തുമ്പോഴെങ്കിലും നീതി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്, സത്യത്തിന് അപ്പർ ഹാൻഡ് വരേണ്ടതുണ്ട്. പക്ഷെ പലതും അങ്ങനെയല്ല. ഇവിടെ വലിയ അക്രമികള് ഇവിടെ വലിയ അധികാരികളായിട്ട് വിരാജിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. വളരെ ഉത്കൃഷ്ടരായ മനുഷ്യര് പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങൾ പേറിക്കൊണ്ട് ജീവിത ഭാരം, ജീവിത ഭാണ്ഡം പേറിക്കൊണ്ട് അങ്ങനെ നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നീതി നടപ്പിലാക്കപ്പെടുന്നില്ല എന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ഒരു പരിമിതിയാണ്. സ്വാഭാവികമായി തന്നെ മനുഷ്യന് നീതി പുലരുന്ന ഒരു ഘട്ടം, ഒരു നാള് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു കാര്യമായിട്ടാണ് ബോധ്യപ്പെടുക. അതല്ലെങ്കിൽ ജീവിതം വളരെ അർത്ഥശൂന്യമായ ഒരു എക്സസൈസ് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ ഒരുപാട് യവന ചിന്തകരും അതുപോലെ യൂറോപ്യൻ നാസ്തികന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനുഷ്യന്
തൃപ്തി നൽകുന്ന ഒരു വിശദീകരണമല്ല എന്നത് നമുക്ക് അവരുടെ തന്നെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ജീവിതം എന്നത് കർമ്മങ്ങൾ ചെയ്യാൻ, ശരിയായ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ, നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ്. ആ അവസരം പ്രയോജനപ്പെടുത്തി സത്യം ശിരസിലേറ്റിക്കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് ദൈവ പ്രീതി നേടാൻ കഴിയുന്നവരാര് എന്നതാണ് ഇവിടെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പരീക്ഷണം. ആ പരീക്ഷണത്തിന് സ്വാഭാവികമായിട്ടുള്ള അതിന്റെ വിളവെടുപ്പ് ഉണ്ടാകും എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഇത് ദൈവത്തിന്റെ വിഫലതയെ ന്യായീകരിക്കാനുള്ള ഒരു വിശദീകരണമാണ് എന്നൊക്കെ താങ്കൾക്ക് പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഏത് ദൈവത്തിന്റെ കാര്യത്തിലായാലും ആപ്ലിക്കബിൾ ആണല്ലോ അങ്ങനെയാണെങ്കിൽ. പക്ഷെ ഈ ഭൗതിക ലോകത്തിന്റെ നൈതികതയിൽ തൃപ്തനായ ഒരാളാണോ നിങ്ങൾ? അത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ഭൗതിക ലോകത്ത്, അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ഭാഗമായുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ നീതി പൂർണ്ണമായിട്ട് നടപ്പാക്കപ്പെടാത്തതായിട്ടേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇത് നീതി നിർവഹിക്കപ്പെടുന്ന ഒരു നാളുണ്ടാവുക എന്നത് സ്വാഭാവികമായ ഒരു തേട്ടമാണ്. നന്മ ചെയ്തവന് വെടിയുണ്ട, സമൂഹത്തിൽ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി പോരാടുന്നവർക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജീവിതത്തിന് ഈ ഭൗതിക ലോകത്തെ ജീവിതമേ ഉള്ളൂ, അതിനുശേഷം ഒരു ജീവിതവും ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നത് കൂടി ആലോചിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്നത് യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിലും ഉൾക്കൊള്ളാവുന്ന വിധത്തില് പല ദൈവിക ദൃഷ്ടാന്തങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് അത് സംബന്ധമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനത്തോടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.